800 വർഷം പഴക്കമുള്ള എന്നാൽ ആളുകൾ ഇപ്പോഴും താമസിക്കുന്ന ഒരു ഫോർട്ടിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ ഈ നടന്നു കയറുന്നത്. അതെ ഗൈസ്, ഇത് ജയ്സൽമീർ ഫോർട്ടാണ്. 800 വർഷം പഴക്കമുള്ള സ്റ്റിൽ ലിവിങ് ഫോർട്ട്. അപ്പോൾ ഹാവ് യു ബീൻ ഹിയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജയ്സൽമീർ ഫോർട്ടിലാണ്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇതൊരു സാൻഡ് കാസിൽ പോലെയാണ് തോന്നുന്നതെങ്കിലും ഇതൊരു കോട്ടയാണ്. ഇതിപ്പോഴും ലിവിങ് ഫോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ആളുകൾ ഇപ്പോഴും ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് താഴെ നിന്നൊരു ഫാമിലി ഒരു ഗൈഡിനെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുമായിട്ട് കോസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഗൈഡിൻ്റെ സർവീസ് എടുത്തിട്ടാണ് ഇതിനകത്ത് കയറിയത്. കുറേ നടക്കാനുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ പിടിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാം. നിങ്ങളൊരു ഫിറ്റ്നസ് ഫ്രീക്ക് ആണെങ്കിൽ നിങ്ങളുടെ 10,000 സ്റ്റെപ്പൊക്കെ സിമ്പിളായിട്ട് ഇവിടെ തീരും. ഈ കോട്ട ഥാർ ഡെസേർട്ടിൻ്റെ നടുക്കാണ്. ഇത് ത്രികൂഡ ഹിൽ എന്ന് പറയുന്ന ഒരു മലയുടെ പൊക്കത്താണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജിക്കലി എനിമീസ് ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ചൂടത്തൊക്കെ ഇവിടെ ആര് ഫൈറ്റ് ചെയ്യാൻ വരാനാണ്? നല്ല ചൂടാണ്. ഞാൻ വന്നേക്കുന്നത് നവംബറിലാണെങ്കിൽ പോലും നമ്മൾ നടന്ന് നമ്മുടെ ബോഡി ഹീറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കയറാം. അതുകൊണ്ട് തന്നെ വെയിലടിക്കുമ്പോഴത്തേക്കും ഇത് ശരിക്കും തിളങ്ങും, നല്ല ഗോൾഡ് പോലെ ഗ്ലോ ചെയ്യും. ഗോൾഡൻ ഫോർട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. ഈ വലിയ കോട്ടയ്ക്ക് 4 പ്രധാന ഗേറ്റാണുള്ളത്: അഖായ് പോൾ, സൂരജ് പോൾ, ഗണേഷ് പോൾ, ഹവാ പോൾ. അങ്ങനെ ഇത് കേവായിട്ടാണ് നമ്മൾ കയറുന്നത്. കയറാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എനിമീസ് വരുമ്പോഴത്തേക്കും ഒരു ആൻറ്റി റഷ് സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അത് എൻ്റെ ഗൈഡ് എനിക്ക് പറഞ്ഞു തന്നതാണ്. ഈ കോട്ട 1156 റാവൽ ജയ്സ്വാളാണ് പണിത്. ഇവിടെ ഈ ലൊക്കേഷനിൽ കൊണ്ടുവന്ന് കോട്ട പണിത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും അന്നത്തെ വലിയൊരു ട്രേഡ് റൂട്ട് കൺട്രോൾ ലൊക്കേഷനായിരുന്നു. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കോട്ട. രാജ്പുത്താനാസ് എന്ന് പറയുന്ന ഒരു നിങ്ങൾക്കറിയാം, രാജസ്ഥാൻ എന്ന് പറയുന്നത് തന്നെ രാജ്പുത്താനാസിൻ്റെ ആയിരുന്നു. അവരാണ് ഇത് കൺട്രോൾ ചെയ്തിരുന്നത്. ഇവിടെയുള്ള രാജാക്കന്മാരുടെ പടങ്ങളെല്ലാം ഇവിടെ ഫ്രെയിം ചെയ്ത് അതിൻ്റേതായ കാലഘട്ടങ്ങളിൽ അവരുടെ ഒരു ഫാമിലി ട്രീ വരച്ച് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് പണ്ടുകാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന അണ അല്ലെങ്കിൽ പൈസ ഒക്കെ പകരം പണ്ട് ഇവർ യൂസ് ചെയ്തിരുന്ന ഒരു തരം ബോണ്ടായിരുന്നു. ഓരോ രാജാവിൻ്റെ പേരിലും ഇഷ്യൂ ചെയ്തിരുന്ന അവരുടെ സ്റ്റാമ്പ് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഡീൽസ് ഉണ്ടാക്കേണ്ട ഡീഡ്സ് ഒക്കെ ഈ പറയുന്ന സ്റ്റാമ്പുകൾ യൂസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പല രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പല കളറിൽ പല വാല്യൂവിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും 3000-4000 പേര് ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. ഹൗസുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, കഫേ ഉണ്ട്, കടകളുണ്ട്. ഇതൊരു ഫോർട്ടാണെന്ന് ചിലപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും മറക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ കരവിരുത് ഒരു രാജസ്ഥാനി ആർക്കിടെക്ചറിൻ്റെ എക്സ്ട്രീമാണെന്ന് നമുക്ക് പറയാം. ബെസ്റ്റ് ഔട്ട് ഓഫ് കളറിങ്, നല്ല ഡിസൈൻസ്, അതും ഹാൻഡ് വോവൺ ഡിസൈൻസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ മതിലുകളും വാതിലുകളും ചുമരുകളും എല്ലാം ഒരു പോർഷനിൽ എത്തുമ്പോഴത്തേക്കും ഇതുപോലുള്ള ഡിസൈനുകളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പുറത്തിറങ്ങി കോട്ടയാണ് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ചെല്ലുമ്പോഴത്തേക്കും കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങൾ നമുക്ക് കാണാം. ഇത് പണ്ടുകാലത്തൊരു വാഷ്റൂമാണ്. അതേപോലെ രാജ്മഹൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ രാജാവ് താമസിച്ചിരുന്നത് ഇപ്പം മ്യൂസിയമാണ്. അവിടെയാണ് നമ്മളിപ്പോൾ കയറിയത്. 99 ഡിഫൻസ് ടവേഴ്സ് ഈ കോട്ടയ്ക്കുണ്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ രീതിയിലുള്ള ആർക്കിടെക്ചറാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ കുറേ ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാം. കുറേ അധികം രാജസ്ഥാനി ഹാൻഡ് ക്രാഫ്റ്റ്സ് വിൽക്കുന്ന കടകൾ നമുക്ക് കാണാം. ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളഥവാ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇവിടെ വരേണ്ട ഒരു സ്ഥലമാണിത്. നിങ്ങൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സൺസെറ്റ് കാണാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. 2013 ഈ കോട്ട യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോഴും ഫങ്ഷനിങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആണ് ഇവിടെ താമസിക്കുന്നത്. അതാണ് ഇതിൻ്റെ യുണീക്നെസ്. ശരിക്കും ഈ കാണുന്ന എല്ലാ വിഗ്രഹങ്ങളും തൂണുകളും കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഹബ്ബും കൂടിയാണ് ജയ്സൽമീർ കോട്ട. അന്നത്തെ കാലത്ത് രാജാവ് താമസിച്ച ഇപ്പോഴും ലൈവായിട്ടുള്ളൊരു കോട്ട. അത് ശരിക്കും നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു പഴമ നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ രാജസ്ഥാൻ്റെ ഒരു റോയൽറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറേ അമ്പലങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ജൈനന്മാർ ഒരു സമയത്ത് ഇവിടെ കുടിയേറി താമസിച്ച് ഇതൊരു ബിസിനസ് ഹബ്ബാക്കി മാറ്റി. നമ്മളിത് കഴിഞ്ഞ് ചെല്ലുന്ന പത്വാക്കി ഹവേലി എന്ന് പറയുന്ന സ്ഥലം ശരിക്കും അങ്ങനെ ജൈനന്മാരുണ്ടാക്കിയ ഒരു ബിസിനസ് ഹബ്ബിൻ്റെ
ബിസിനസ്സുകാരുണ്ടാക്കിയ ചെറിയ വീടുകളും കൊട്ടാരങ്ങളുമാണ്. അത് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. പക്ഷേ ഇതിനകത്ത് വന്ന് നമ്മൾ ഒരു 4-5 hours നമുക്കുണ്ടെങ്കിൽ സാവകാശം നടന്ന് കണ്ട് എൻജോയ് ചെയ്ത് കൺകുളിർക്കെ കാണാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അമ്പലങ്ങളുണ്ട്. പണ്ട് കാലത്തെ അമ്പലങ്ങൾ തൊട്ട് ഇപ്പം പൂജ നടക്കുന്ന അമ്പലങ്ങൾ വരെ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ജയ്സൽമീർ കോട്ട നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോഴേ കാണാം. ശരിക്കും ട്രെയിനിൽ വരുമ്പോൾ തന്നെ ഞാൻ ഈ കോട്ട കണ്ടായിരുന്നു. അതുപോലെ ഈ കോട്ട എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ഈ ഓരോ തൂണുകളും പണിയാനായിട്ട് എത്ര സമയം, എത്ര ഡീറ്റെയിലിംഗ്, എത്ര നാരോ ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് അവർ കൊടുത്തിട്ടുണ്ടെന്ന് ഇവിടെ വന്ന് കണ്ടാലേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ചിലപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതിന് ഗൈഡിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1500 ആയിരുന്നു. അപ്പോൾ 750 രൂപയാണ് ഞാൻ കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ പേര് രാമചന്ദ്ര ചൗധരി എന്നാണ്. പക്ഷേ അദ്ദേഹം വളരെ അറിവുള്ളതും നമുക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഹാവ് യു ബീൻ ഹിയർ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.